ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മൾ എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ എത്രയോ അധികം പ്രാവശ്യം പോയിട്ടുള്ളവരായിരിക്കാം. എന്നാലും അമ്പലത്തിന് ചുറ്റിയുള്ള ആ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അതിൻ്റെ പേരുകളോ ഒന്നും ചിലർക്കെങ്കിലും അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത ഭാഗങ്ങൾ. ശ്രീകോവിലിനു ചുറ്റുമുള്ള മുറ്റവും നടവഴിയും വാതിൽ മാടങ്ങളും ചേർന്നതാണ്. കിഴക്കുവശത്തുകൂടി അങ്കണത്തിലേക്ക് നടക്കുമ്പോൾ ഇരുവശത്തുമുള്ള ഉയർന്ന പ്ലാറ്റ്ഫോമുകളാണ് വാതിൽമാടം. തെക്കേ വാതിൽമാടത്തിൻ്റെ കിഴക്കേ തൂണിൽ ചാരിയിരുന്നാണ് ശ്രീ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആ സ്ഥലത്ത് അത് എഴുതി കാണിക്കുന്ന ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ട് വടക്കേ വാതിൽമാടം പരദേശി ബ്രാഹ്മണന്മാർക്കുള്ളതായിരുന്നു. ഇന്ന് ഈ സ്ഥലങ്ങൾ പ്രത്യേക പരിപാടികൾക്കായി ഉപയോഗിക്കുന്നു. തെക്കേ വാതിൽമാടത്തിലാണ് നിത്യവും രാവിലെയുള്ള ഗണപതി ഹോമവും. ദീർഘചതുരാകൃതിയിൽ ശ്രീകോവിലിന് മുന്നിൽ തീർത്തതാണ് നമസ്കാര മണ്ഡപം. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയിൽ നിന്നാണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്. പഴയ മേൽശാന്തി സ്ഥാനമൊഴിയുമ്പോൾ തൻ്റെ സ്ഥാനചിഹ്നമായ താക്കോൽ കൂട്ടം ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. തുടർന്ന് ഓദിക്കൻ ഇത് പുതിയ മേൽശാന്തിക്ക് കൈമാറുന്നു. അങ്കണത്തിന് ചുറ്റും കൂടിയതാണ് നാലമ്പലം. ഇതിനകത്ത് സ്ഥലം വളരെ കുറവാണ്. നാലമ്പലത്തിനൊത്ത നടുക്കായി ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു. ചുറ്റുമുള്ള ബലിവട്ടങ്ങളിൽ അങ്ങിങ്ങായി ബലിക്കല്ലുകൾ കാണാം. അഷ്ടദിക്പാലകർ: കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുൺ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനനൻ. സപ്തമാതൃക്കൾ: ബ്രാഹ്മി, ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി. വീരഭദ്രൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗ, കുബേരൻ, ബ്രഹ്മാവ്, നിർമാല്യമൂർത്തി തുടങ്ങിയ ദേവന്റെ കാവൽക്കാരാണ് ഈ ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത്. നിത്യശീവേലിക്ക് ഈ കല്ലുകളിലാണ് മേൽശാന്തി ബലി തൂകുന്നത്. ബലിക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ടു തലയിൽ വയ്ക്കാനോ പാടില്ല. ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന മുറിയാണ് തിടപ്പള്ളി. പതിവ് പോലെ നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ ശ്രീകോവിലിന് വലതുവശത്താണ് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. പടക്കളം: ഭഗവാന് നിവേദിച്ച പടച്ചോറ് വിതരണം ചെയ്യുന്നത് ഇവിടെയാണ്. ശ്രീകോവിലിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രത്യേക മുറിയിലാണ് സ്ഥാനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരിക്കലും തുറക്കാത്ത ഒരു രഹസ്യ അറയാണ് തുറക്കാ അറ. നാഗങ്ങളാണ് ഈ നിലവറ കാക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിടപ്പള്ളിക്ക് പടിഞ്ഞാറാണ് ഇത്. ഇതിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മയിൽപീലി പോലുള്ള പല അത്ഭുത വസ്തുക്കളും ഉള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ ഇത് തുറക്കാൻ ചില വിരുദ്ധന്മാർ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് കുറെ അനർത്ഥങ്ങൾ കാണാനിടയായി. തുടർന്ന് അത് എന്നേക്കുമായി അടച്ചിടുകയായിരുന്നു. ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുൻപിലാണ് സരസ്വതി അറ. നവരാത്രി കാലത്ത് ഓലകൾ വച്ചിരുന്ന സ്ഥലമാണ് ഇത്. സ്ഥലക്കുറവ് കാരണം ഇപ്പോഴത് കൂത്തമ്പലത്തിലേക്ക് മാറ്റി. ചോറ്ററയുടെ വടക്കുഭാഗത്താണ്. ഇവിടെ വെച്ചാണ് വില്ലുമംഗലത്തിന് ശ്രീകൃഷ്ണൻ്റെ നൃത്തം ദർശിക്കാനായത്. തന്മൂലം നൃത്തപുര എന്ന പേരു വന്നു. കന്നി, കുംഭം എന്നീ മാസങ്ങളിലെ മകം നക്ഷത്ര ദിവസം ഈ മുറിയിൽ വെച്ചാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്നത്. ഗുരുവായൂരപ്പനിൽ സർവവും സമർപ്പിച്ച 2 ഭക്തരുടെ ശ്രാദ്ധം ഗുരുവായൂരപ്പൻ തന്നെ ഊട്ടുന്നു എന്നതാണ് സങ്കല്പം. നാലമ്പലത്തിനകത്ത് വടക്കു കിഴക്ക് ഭാഗത്താണ് മുളയറ. ഇവിടെയാണ് ഉത്സവകാലത്ത് മണ്ണ് നിറച്ച് വിവിധയിനം വിത്തുകൾ വിതച്ച കുടങ്ങൾ വയ്ക്കുന്നത്. ഉത്സവകാലത്ത് കലശപൂജ, മുളപൂജ തുടങ്ങിയവ നടക്കുന്നതും ഇവിടെയാണ്. മുളപൂജ നടക്കുന്നതിനാൽ മുളയറ എന്നും പേര് വന്നു. നാലമ്പലത്തിനകത്ത് വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. പഴയ ഭരണ സംവിധാനത്തിൽ പൂജകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന കോയ്മകളുടെ മുറി. ശ്രീകോവിലിന് വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണിത്. ഈ കിണറിൻ്റെ ജലമാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. ശീവേലി സമയത്ത് ഇവിടെയും ബലി തൂകാറുണ്ട്. ഇവിടെ വരുണ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ജലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. കൊടിയ വേനലിലും പെരുമഴയിലും മരം കോച്ചുന്ന തണുപ്പിലും ഇവിടുത്തെ ജലം തുല്യ നിലയിൽ തന്നെ നിൽക്കുന്നു. പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്രയും ശുദ്ധമായ ജലം ലഭിക്കുന്നില്ല. സാളഗ്രാമാദി വിശിഷ്ട വസ്തുക്കൾ ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.